നിപ പ്രതിരോധം പാളിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടേക്ക് തിരിക്കുകയാണ്. എന്തായാലും കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിപ ഷിഗല്ല അവലോകന യോഗം ചേർന്നു. നിപ ബാധിച്ചയാളുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യോഗത്തിനു ശേഷം പറഞ്ഞു. നിപ മരുന്ന് ലഭ്യമല്ല എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്മിറ്റായ അന്ന് തന്നെ റിബാവറിൻ മരുന്ന് കൊടുത്തു തുടങ്ങി. അന്ന് തന്നെ 12-ാം തീയതി മുതലാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി ആദ്യത്തെ ഡോസ് കൊടുത്തു. റെംഡെസിവിർ മരുന്ന് ഇന്ത്യയിലൊരിടത്തും ഉണ്ടായിരുന്നില്ല. ആദ്യം ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞു. ചെന്നൈയിൽ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. 2021 ശേഷം ഈ മരുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാണ് കിട്ടിയ പ്രാഥമിക വിവരം. സംസ്ഥാനത്ത് അതേസമയം 135 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 3 ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തെന്നും 2 കുട്ടികളുടെ നില ഗുരുതരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അജി കുഞ്ഞുമോൻ ചേരുകയാണ് കോഴിക്കോട് നിന്നും. അജി, ഗുരുതരമായ സാഹചര്യത്തിൽ മന്ത്രി ജില്ലയിലേക്ക് എത്തുന്നില്ല എന്ന വിമർശനം ശക്തമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഏകോപനം നടത്തിയാൽ മതി എന്ന് ആവർത്തിക്കുന്നതിനിടെ കൂടിയാണ് മന്ത്രി എന്തായാലും ജില്ലയിലേക്ക് എത്തി അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. പക്ഷേ ഈ നിപ മാത്രമല്ല, ഷിഗല്ല അടക്കം ഗുരുതര സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഇനി ആരോഗ്യവകുപ്പ് എടുക്കാൻ പോകുന്ന നിലപാടുകൾ, സമീപനങ്ങൾ, നടപടികൾ? അഷിത, ഒപ്പം തന്നെ പ്രജിൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷം ആരോഗ്യ വകുപ്പിനെതിരെ ഉയർത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഉയർത്തിയൊരു ആരോപണമാണ് ഗുരുതരമായ സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ട് മന്ത്രി കോഴിക്കോട് ജില്ലയിൽ നേരിട്ടെത്തിയ അവലോകന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ മറ്റു വിലയിരുത്തലൊന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് എത്തുകയും ജില്ലാ കളക്ടറേറ്റിലും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെത്തിയും സാഹചര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 66 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാൾക്ക് നിപ്പയുമുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു ഏകോപനം ജില്ലയിൽ ആവശ്യമാണ് എന്ന് പ്രതിപക്ഷം അടക്കം പറയുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ ആവശ്യം ഉന്നയിക്കുകയും രൂക്ഷമായ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് മറുപടി എന്ന നിലയിലാണ് ഇന്ന് മന്ത്രി തന്നെ എത്തിയത്. അതായത് ഈ നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് ആ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 100-ലധികം പേരുണ്ടായിരുന്നു. ഈ 100-ലധികം പേരിൽ മറ്റാർക്കും തന്നെയും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അവരുടെ എല്ലാം തന്നെ നെഗറ്റീവാണ്, പരിശോധനാ ഫലം നെഗറ്റീവാണ്. കണ്ടെയ്ൻമെന്റ് സോൺ തിരിച്ച് പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ സ്ഥലം MLA കൂടിയായ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് ഏകോപനം നടത്തുന്നുണ്ട് എന്നാണ് മന്ത്രി പ്രധാനമായും പറയുന്നത്. മോണോക്ലോണൽ ആന്റിബോഡി, അതായത് ഈ നിപ്പ രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ദിനം തന്നെ നൽകിയെന്നും മന്ത്രി പറയുന്നുണ്ട്. 11 പേരുടെ റിസൾട്ട് ഇതുവരെയും നെഗറ്റീവാണ്. ആകെ 30 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ 29 നെഗറ്റീവാണ്. അതുമാത്രമല്ല, ഈ ഇപ്പോൾ രോഗിയായിട്ടുള്ള ആളുടെ വീടുകൾ, ഒപ്പം തന്നെ മറ്റ് നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ തന്നെ ഈ അവശ്യ വസ്തുക്കളൊക്കെ തന്നെയും എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു. ഇത് മാത്രമല്ല, ഈ നിപ്പയേക്കാൾ മറ്റൊരു പേടിപ്പെടുത്തുന്നതാണ് ഷിഗല്ല ബാധിച്ച് 3 പേരാണ് മരണപ്പെട്ടത്. അതിൽ 2 പേർ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ്. 2 പേർ, അതിൽ ഒരാൾ കുട്ടിയുമാണ്. ഇന്നും മന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ആകെ 131 ഷിഗല്ല കേസുകളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു മുൻകരുതൽ ഈ ഷിഗല്ല കേസുമായി ബന്ധപ്പെട്ടും നടത്തേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് പരിശോധനകൾ കർശനമാക്കുകയും ഹോട്ടലുകളും ഒപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് ആരോഗ്യ മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി വലിയ തലത്തിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ DMO അടക്കമുള്ള ആളുകളുടെ പെരുമാറ്റം. പ്രത്യേകിച്ച് ഈ കോളറ വിവാദവുമായി ബന്ധപ്പെട്ട പാലക്കാട് DMOയ്ക്ക് വീഴ്ച പറ്റിയതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി പറയുകയുണ്ടായി. അതായത് ആരോഗ്യ വകുപ്പും ഒപ്പം തന്നെ മന്ത്രിയും തമ്മിൽ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. പരസ്യ വക്പോര് ശരിയാജി, അതുകൊണ്ടാണ് അത് പ്രതിപക്ഷം വലിയ വിമർശനമായി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇതിൽ എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, ഉയർന്ന തലത്തിലാണെങ്കിൽ കൂടി അത് ആരോഗ്യമന്ത്രിയെ എന്തുകൊണ്ട് കൃത്യമായി ധരിപ്പിക്കുന്നില്ല വിവരങ്ങൾ? അത് ഏകോപനത്തിലെ
പാളിച്ചയാണ് എന്ന വിമർശനം പ്രതിപക്ഷം ഘടിപ്പിക്കുന്നു. ആരോഗ്യമന്ത്രി പറയുന്നു അതങ്ങനെയല്ല, സർക്കാരുമായി നിസ്സഹകരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയുണ്ടാകും, സഹകരിക്കുകയാണെങ്കിൽ തിരിച്ചും സഹകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലേക്ക് ഈ മട്ടിൽ ഈ ഘട്ടത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അജി സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഈ പറയുന്നത് പോലെ ഷിഗല്ല കണക്കുകൾ, ഷിഗല്ലയുടെ എണ്ണം കൂടി വരുന്നു. നിപ പ്രതിരോധം അവിടെ ഘടിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക എന്ന കാര്യമാണ് ജനങ്ങളോട് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.